പറവൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി സഖാവ് ടൈസൺ മാസ്റ്ററാണ് നമുക്കൊപ്പം. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സഖാവേ നമസ്കാരം. നമസ്കാരം. 2 വർഷത്തെ കയ്പമംഗലം MLA ആയിരുന്നു. ആ ഒരു പരിചയം വെച്ച് പറവൂരിലേക്ക് വരുമ്പോൾ എന്ത് വ്യത്യസ്തതയാണ് താങ്കൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഈ മണ്ഡലത്തെ കൃത്യമായി നോക്കി പരിപാലിച്ച് കൊണ്ടുപോകാൻ അവരെ പ്രശ്നങ്ങളറിഞ്ഞ് തീരുമാനമെടുത്ത് അതിനുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കി ഉള്ളൊരു ശ്രദ്ധയുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ വികസന പ്രശ്നങ്ങൾ പരിശോധിച്ചാലും കാണാൻ കഴിയും കാര്യങ്ങൾ നടന്നത് പൂർണ്ണമാവുന്നില്ല. ഞാൻ നേരത്തെ ഉള്ളപ്പോൾ ചുങ്കം പാലത്തിൻ്റെ കഥ പറഞ്ഞില്ലേ, പാലം പണി കഴിഞ്ഞു, അപ്രോച്ച് റോഡില്ല. അപ്പോൾ നാട്ടുകാരോടും ചോദിച്ചിട്ട് എന്താണ് വിഷയം എന്ന് പോലും അവർക്ക് അറിഞ്ഞൂടാ, ഒരു ശ്രദ്ധയില്ല. അപ്പോൾ എത്രയോ വട്ടം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയില്ലാത്ത ഒരാൾ ജനപ്രതിയാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് സംഭവിച്ചത് എനിക്ക് തോന്നുന്നു. അതാണ് വിഷയം. ഇത്തവണ നമ്മുടെ പ്രതിപക്ഷ നേതാവുമായാണ് മത്സരം. ഇത്തവണ പറവൂർ മത്സരം കടുക്കുമോ? എനിക്കങ്ങനെ കടുപ്പത്തിൻ്റെ വിഷയമൊന്നുമില്ല. ഞങ്ങളുടെ പാർട്ടിയും പ്രസ്ഥാനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഇവിടെ മത്സരിക്കാൻ പറഞ്ഞാൽ ഇവിടെ മത്സരിക്കും, അപ്പുറത്ത് മത്സരിക്കാൻ പറഞ്ഞാൽ അപ്പുറത്ത് മത്സരിക്കും, അത്രയേ ഉള്ളൂ. ഇത് വ്യക്തികൾക്ക് പ്രത്യേകമായി ഒരു തുടർച്ചയും ഇല്ല. ഇപ്പോൾ കയ്പമംഗലത്ത് 2 പ്രാവശ്യം നിന്ന് ജയിച്ചു, നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. ഇനി അതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പാണ്. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല ഇടതുപക്ഷ പാർട്ടികൾ. അങ്ങനെ ആവശ്യപ്പെടാനും പാടില്ല. എവിടെയാണോ നിർത്തുന്നത് അവിടെ പോയി മത്സരിക്കും. എവിടെയാണോ അവിടെ വിജയിക്കുന്നത് അവിടുത്തെ ആളുകളുടെ താല്പര്യങ്ങൾ പരിപൂർണമായി നോക്കി നടത്തുക എന്നുള്ളൊരു കാര്യം അതുണ്ടാകും. മത്സരം കടുക്കുമ്പോൾ പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പിന്നീട് വേണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ടോ? ആരോപണങ്ങൾ ഒന്നും തന്നെ ഉന്നയിച്ചിട്ടില്ല. എൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചിരിക്കുന്നു. വികസന രംഗത്തൊരു പ്രശ്നം പറയുന്നില്ല, അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ വെച്ചിട്ട് എന്തെങ്കിലും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതല്ല പ്രസംഗിക്കേണ്ടത്, വേറെ പ്രസംഗം പറയണം. ഞങ്ങളത് പ്രസംഗിക്കുന്ന ആളുകളേ അല്ല, അതൊരിക്കലും ഉണ്ടാവില്ല. ഞങ്ങൾ കാര്യങ്ങൾ കൃത്യമായി പറയാണ്ടിരിക്കാൻ പറ്റുമോ? താലൂക്ക് ആശുപത്രി പ്രശ്നം പറയാണ്ട് ഞങ്ങൾ എന്തെന്ന് വേറൊരു ഭാഷ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു, ഞങ്ങളത് പറയാം. ചുങ്കം പാലം തീർന്നിട്ടില്ല എന്ന് വേറൊരു വാക്കെന്താ? തീർന്നിട്ടില്ല എന്നേ വാക്കുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ വികസന രംഗത്തെ പ്രശ്നങ്ങൾ പറയുക എന്നുള്ള പ്രധാനപ്പെട്ട ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ വികസന രംഗത്തെ നേട്ടങ്ങളും കോട്ടങ്ങളും തമ്മിലുള്ള മാറ്റുരയ്ക്കലാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് പറയേണ്ടി വരും. വ്യക്തിപരമായി ഒരിക്കലും ഒരു വിഷയത്തിലും ഒന്നിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വിഷയമില്ല. രാഷ്ട്രീയത്തിനതീതമായി പറവൂർ ജനതയോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് നമ്മുടെ വികസന കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു MLAയുടെയോ ജനപ്രതിനിധിയുടെയോ വിഷയമല്ല. നാട്ടുകാർ മുഴുവനും അവരുടെ ശേഷിക്കനുസരിച്ച് യോജിച്ച് ചേർന്ന് നടപ്പാക്കാൻ കഴിയുന്ന വികസനമാണ്. ഞങ്ങളൊക്കെ അധികാര വികേന്ദ്രീകരണത്തിന് നിലകൊള്ളുന്ന ആളുകളാണ്. ജനങ്ങളുടെ അവരുടെ ശേഷിയെ നമ്മൾ കണ്ടെടുക്കണം. ആ ശേഷിക്കനുസരിച്ച് ഒരു നല്ല മാസ്റ്റർ പ്ലാൻ ഈ പറവൂരിന് വേണ്ടി തയ്യാറാക്കണം. വിദ്യാഭ്യാസം, ആരോഗ്യം, കലാസാംസ്കാരികം, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ യോജിപ്പിച്ചു ഒരു ജനങ്ങളുടെ ഹിതമനുസരിച്ചുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതായിരിക്കും പറവൂരിന് ഞങ്ങൾ കൊടുക്കുന്ന സന്ദേശം. അങ്ങേക്ക് എൻ്റെ എല്ലാ വിജയാശംസകളും. സന്തോഷം.